ഗൈസ്, അപ്പോൾ രാവിലെ മുതലുള്ള സൗണ്ടൊന്നുമില്ല. അപ്പോൾ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നതാണ്. വീണാലക്ഷ്മി കുളിച്ച് വന്നിട്ടുണ്ട്. ആട്ടി നട തേങ്ങ കൊത്തുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞങ്ങളത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അമ്പലം. അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എടുക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ എടുത്ത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കെൻ്റെ മേക്കപ്പ് വിശേഷങ്ങളിലോട്ടേക്ക് പോവാം. തലേ ദിവസത്തെ മേക്കപ്പാണിത്. ഇതാ തലേ ദിവസത്തെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അല്ലാണ്ട് തമാശ നാച്ചുറൽ ആയാലേ രസം ഉണ്ടാവും. ഞാനിപ്പോൾ നെയിലൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നലത്തെ എൻ്റെ മെഹന്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ചുകൂടെ സ്റ്റെയിൻ വന്നു. നാളെ കുറച്ചുകൂടെ സ്റ്റെയിൻ ആവും. ഓക്കെ, ജസ്റ്റ് ഹെയർ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിമ്പ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അവൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാണുള്ളത്. അവൾ ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം നമ്മൾ ബാക്കി തുടങ്ങുന്നതായിരിക്കും. ഇപ്പം സമയം ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. അമ്മ എന്നോട് ഒരു 3:30ക്ക് റെഡിയായി താഴെ വരണം എന്നാണ് പറഞ്ഞത്. അപ്പം 3:30ക്കൊന്നും ഞാൻ എത്തിയില്ല. 4 മണിയായി ഞാൻ താഴെ പോകാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പം അമ്മ എനിക്ക് ഭക്ഷണം വാരിത്തരുകയാണ്. അപ്പം ഞാനിതാ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട്. നല്ല സീനായിരുന്നു ലെൻസ് വെച്ചപ്പോൾ. ഇതെൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് ലെൻസ് വെച്ചിട്ട്. കണ്ണ് നല്ല വല കെട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസ് മേക്കപ്പ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അധികം പുട്ടിയടിച്ചിട്ടുള്ള ഫേസിനോട് വലിയ താല്പര്യമില്ല. ഒരു നോർമൽ മിനിമൽ ലുക്കായിരുന്നു ഞാൻ അവളുടെ ആവശ്യപ്പെട്ടത്. ഗൈസ്, ഇത് ഞാൻ ചൂടെടുത്തിട്ട് ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. ഗൈസ്, എനിക്കറിയാം മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ ഒലിച്ച് ഫുൾ സീനാവുന്ന. ഐ നോ ദാറ്റ്. പുട്ടിയൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ പുട്ടി? ലെൻസ് വെച്ചിട്ട് എൻ്റെ കണ്ണ് നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ ലെൻസ് വെക്കുന്നത്. ഫസ്റ്റ് ഞാൻ ലെൻസ് വെച്ചത് എൻ്റെ എൻഗേജ്മെൻറ്റിനാണ്. ഒരത്തേന് നല്ല ജലദോഷവുമുണ്ട്. അപ്പോൾ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി ജസ്റ്റ് ഒന്നുമില്ല, ഇനി ജസ്റ്റ് ഡ്രസ്സ് ചെയ്താൽ മാത്രം മതി. ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടാൽ മേക്കപ്പ് സെറ്റാണ്. അപ്പോൾ ഇതാ ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇതാണ് എൻ്റെ അന്നത്തെ സാരി. ഇതൊരു റെഡ് കളർ എന്ന് പറയാൻ പറ്റില്ല, ഒരു റെഡിഷ് മെറൂൺ കളർ സാരിയാണ്. ഇതിൽ ഫ്രണ്ടിലൊക്കെ ഒരുപാട് വർക്കൊക്കെ വരുന്ന സാരിയാണ്. നല്ല എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട, അത്യാവശ്യം ഹെവി വർക്കൊക്കെ ഉള്ളൊരു സാരിയാണ്. ഇതാണ് എൻ്റെ ലുക്ക്. പിന്നെ എൻ്റെ നെക്ക് പീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് തപ്പി കണ്ടുപിടിച്ചൊരു നെക്ക് പീസും ഇയറിംഗ് സെറ്റൊക്കെയാണിത്. ആമസോണിൽ നിന്നെങ്ങാണ്ടെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. പിന്നെ ഇതാ ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഞങ്ങളുടെ ഫ്ലെക്സ് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പം സമയം അത്ര ആയിട്ടില്ല, എന്നാലും എല്ലാവരും കുറേ പേര് വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം വേർത്തെല്ലാം സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വീണാലക്ഷ്മിൻ്റെ സൈഡിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കൂ വേർത്ത് ഫുൾ. ഇനി മിക്കവാറും നിങ്ങൾ നാളത്തെ വ്ളോഗായിരിക്കും കാണാൻ പോകുന്നത്. ഇന്ന് ഇത്ര തിരക്കാണെങ്കിൽ നാളെ എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. മിക്കവാറും ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ഫോൺ വീണാലക്ഷ്മി ക്യാരി ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ പരിപാടികളും ഇവിടെ അവസാനിക്കുകയാണ്. ഓൾമോസ്റ്റ് ഓൾ ഡൺ. വേണ്ട, അപ്പോൾ ഇതാ അടുത്തതായിട്ട് ഏട്ടൻ്റെ ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഏട്ടൻ പാട്ട് പാടാൻ ഇതാ ഇവിടെ റെഡിയായി സെറ്റായി നിന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.